താമരശ്ശേരിയിൽ പോലീസിനെ കണ്ട് കയ്യിലുണ്ടായിരുന്ന MDMA പാക്കറ്റ് വിഴുങ്ങിയ ആൾ മരിച്ചു. കോഴിക്കോട് മൈക്കാവ് സ്വദേശി ഇയാടൻ ഷാനിദാണ് മരിച്ചത്. പോലീസിനെ കണ്ടപ്പോൾ ഇയാൾ പൊതി വിഴുങ്ങുകയായിരുന്നു. ലക്ഷ്മിയുണ്ട്. ലക്ഷ്മി, എന്തൊക്കെയാണ് വിവരങ്ങൾ? മായ ഈ ഒരു MDMA പാക്കറ്റ് മറ്റൊരാൾക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വഴിക്കാണ് ഈ പോലീസിനെ കാണുന്നതും പോലീസിനെ കണ്ട ആ ഒരു ഭയം കൊണ്ട് ആ ഒരു പൊതി വിഴുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇതിന് ശേഷം ഈ പോലീസ് സംശയം തോന്നിയെ തുടർന്നാണ് ഈ ഒരു യുവാവിനെ പിന്തുടരുന്നത്. എന്നാലും ഈ ഒരു പൊതി വിഴുങ്ങി എന്നും അത് MDMA ആണെന്നും ഈ ഒരു പ്രതി തന്നെ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇയാളെ എൻഡോസ്കോപ്പി പരിശോധനയിൽ ഇയാളുടെ വയറ്റിൽ വെളുത്ത തരികൾ അടങ്ങിയ കവറുകൾ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അത് MDMA ആണെന്ന് സ്ഥിരീകരിക്കുന്നത്. ഏതായാലും ഇതേ തുടർന്ന് പോലീസ് അയാൾക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടെ അദ്ദേഹത്തിന് തീരെ വയ്യാതാവുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുകയെന്ന പുതിയ വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ കോഴിക്കോട് മൈക്കാവ് സ്വദേശി ഇയാടെ ഷാനിദാണ് മരിച്ചിരിക്കുന്നത്. കൂടുതൽ എത്ര ഗ്രാം MDMA ആണ് വയറ്റിലുണ്ടാകുന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എവിടേക്ക് വിൽക്കാൻ വേണ്ടിയാണ് MDMA കൊണ്ടുവന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. മായ, ലക്ഷ്മി, ഈ സംഭവം ഇയാളെ പിടികൂടുന്നത് ഇന്ന് രാവിലെയാണോ ഇയാളെ പിടികൂടിയത്? അതുപോലെ ഇയാൾക്കെതിരെ ഇതിനു മുൻപും ലഹരി ഉപയോഗവും അതുപോലെ വിപണനവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടോ? അത് സംബന്ധിച്ച് എന്താണ് വിവരങ്ങൾ? മായ, ഇതുവരെയായിട്ടും ഇദ്ദേഹത്തിനെതിരെ പിടിയിലായ ആൾക്കെതിരെ വേറെ കേസ് ഉണ്ടാകുന്നതായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന് മറ്റൊരു ലഹരി മാഫിയയായിട്ട് ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യം, അതായത് മുൻപ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ കോഴിക്കോടേക്ക് MDMA വിൽക്കാനെത്തിയതാണ് ഷാനിദ്. ഏതായാലും കോഴിക്കോട് സ്വദേശി തന്നെയാണ്. എവിടെ നിന്നാണ് ഈ ഷാനിദിന് ഇത്തരത്തിൽ ഒരു MDMA ലഭിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും സ്ഥിരീകരണമായിട്ടില്ല. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പൊ ഏതായാലും അതായത് ഈ പോസ്റ്റ്മോർട്ടത്തിൽ അടക്കമുള്ള മരണകാരണം എന്തുകൊണ്ടാണെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ എനിക്ക് ഏതായാലും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും അദ്ദേഹം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു പരിശോധനയ്ക്ക് അടക്കം ഇയാളെ വിധേയമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വയറ്റിൽ ഈ MDMA പാക്കറ്റുള്ള കാര്യങ്ങളടക്കം പോലീസിന് വ്യക്തമായത്. അതിന് കുറച്ചുകൂടെ സമയം കഴിഞ്ഞതിന് ശേഷമായിരുന്നെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ, അതായത് ഇതിന് മുൻപ് തന്നെ മരണം സംഭവിക്കുമായിരുന്നു. ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് യുവാവിന്റെ അന്ത്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, അതായത് MDMA ലഭിച്ചത് എവിടെ നിന്നാണെന്നോ അതുമായി ബന്ധപ്പെട്ട അതായത് ഇതിന് മുൻപോ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നോ എന്ന കാര്യത്തിലൊന്നും ഒരു സ്വീകരണം വന്നിട്ടില്ല. നമുക്ക് ഏതായാലും പോലീസിനോട് അന്വേഷിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. മായ.